വയസ്സാം കാലത്ത് അതും ഈ അവശതയുള്ള സമയത്ത് പെൺമക്കളെല്ലാം നിങ്ങൾക്ക് തുണയായി പ്രകാശ. അതാണ് പെണ്ണിന്റെ മഹത്വം. ആണൊരുത്തം ഉള്ളത് ഇപ്പൊ സകല കൊള്ളരുതായ്മകളും ചെയ്ത് ജയിലിൽ കിടക്കുമല്ലേ. അവനെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കരുത് തിരുമേനി. മുൻപൊക്കെ എല്ലാരും ആൺകുട്ടികൾ ജനിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. പെണ്ണായാലും ആണായാലും കുഴപ്പമില്ലെന്ന് പറയുമെങ്കിലും ആൺമക്കൾ ജനിക്കുമ്പോ മാതാപിതാക്കളുടെ മുഖത്ത് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. പക്ഷെ ആ കാലമൊക്കെ മാറി. ഇന്നിപ്പോ പെൺമക്കൾ ജനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛനമ്മമാരും കുറവല്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കാർത്തികയെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് മാത്രം ദിലീപിനൊന്നും സംഭവിക്കരുതെന്ന് കാർത്തികയ്ക്ക് നിർബന്ധമുണ്ട്. കാർത്തികയ്ക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും. അവൻ ആരോടാണ് പകയും പ്രതികാരവും ഇല്ലാത്തത്? എന്നേക്കാൾ സുരക്ഷിതരല്ല കാർത്തികയും കാർത്തികയുടെ അമ്മയൊക്കെ. നിങ്ങളുടെ കാര്യം അങ്ങനെ തന്നെ. ഇവിടെ അവൻ ഏറ്റവും കൂടുതൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ദിലീപിനെയും കാർത്തികയും ആയിരിക്കും. കാർത്തിക് ഒരു കുടുംബം ഉണ്ടാവാൻ പാടില്ല. അതവൻ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതാ. അതിന് വിരുദ്ധമായിട്ട് എന്ത് സംഭവിച്ചാലും പുറത്തുള്ള ഗംഗ അതെല്ലാം തകർത്തെറിയാൻ ശ്രമിക്കും. ഒരിക്കൽ അതിന് ശ്രമിച്ചപ്പോഴാണല്ലോ കിരൺ അവനെ തല്ലിയൊതുക്കി പോലീസിൽ ഏൽപ്പിച്ചത്. എന്നെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഇപ്പൊ നിങ്ങളൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടത് കാർത്തികയ്ക്കും കാർത്തികയുടെ അമ്മയ്ക്കോ. ഇപ്പൊ പുറത്തിറങ്ങിയ ഈ ഗംഗാപ്രസാദിന്റെ മുഖം തിരിച്ചറിയാൻ എല്ലാവർക്കും പറ്റും. അത്രത്തോളം അവനെക്കുറിച്ചുള്ള വാർത്തകൾ ഇവിടെ പ്രചരിച്ചു കഴിഞ്ഞു. അവൻ ഏതു നിമിഷവും പോലീസിന്റെ പിടിയിലാവുന്ന എന്റെ വിശ്വാസം. അങ്ങനെ സംഭവിക്കട്ടെ. ഒരു കരുതൽ വേണം, അത്രയും ഞങ്ങൾ പറയുന്നുള്ളൂ. എല്ലാ കുടുംബത്തിലും ഇപ്പൊ അവൻ അശാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വാർത്ത കേട്ട ശേഷം ദിലീപിന്റെ അച്ഛനും അമ്മയും പോലും ചിലപ്പോൾ ചോദിച്ചു കാണും, എന്തിനാണ് ഇങ്ങനൊരു വിവാഹമെന്ന്. അവരെന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. കിരണൻ, നീ പറഞ്ഞ ശരിയാ. നമ്മുടെ ആൾക്കാർ റെഡിയാ. അതോടൊപ്പം തന്നെ പോലീസും പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ലക്ഷ്മിയമ്മ നല്ല പരിഭ്രമത്തിലാണച്ചാ. അതുണ്ടാവും. അവര് പറഞ്ഞ പോലെ ഒരു ഗോൾഡൻ ചാൻസാ നമ്മൾ മിസ്സാക്കി കളഞ്ഞത്. ബ്യൂട്ടി ഡോക്ടറെയാണ് അവൻ തല്ലി അവശനാക്കിയത്. അയാളുടെ ഡ്രസ് ഇട്ടാവും മുങ്ങിയത്. സീനിയർ ഡോക്ടർ പറഞ്ഞതേ ഒരു ഇഞ്ചക്ഷനിൽ തീരാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ എന്നാ. എങ്കിലും ഇവന്റെ ചരിത്രം കേട്ടപ്പോഴേ ഇങ്ങനെ ഉള്ളവനൊന്നും ഒരു നിമിഷം പോലും ജീവിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ. നല്ലൊരു വക്കീലിനെ വെച്ച് അവൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കുറ്റങ്ങളും കോടതിക്ക് മുമ്പിൽ. പക്ഷെ അതിനു മുമ്പ് നമ്മളെയൊക്കെ കൂടുതൽ വിഷമിപ്പിക്കുന്ന എന്റെ പേടി. കാർത്തികയുടെ നിശ്ചയം അവനൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. അങ്ങനെ ഉള്ളപ്പോ ഇനിയുള്ള മണിക്കൂറുകൾ ശ്രദ്ധയോടെ മാത്രമേ നമുക്ക് തള്ളി നീക്കാൻ പറ്റൂ. ഈ സമയത്ത് അവൻ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാ. കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക് വരാതെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ ആൾക്കാര് പുറത്തുണ്ടച്ചാ. അതുകൊണ്ട് അവനായിരിക്കില്ല വരുന്നത്. നമ്മുടെ ശക്തിയെപ്പറ്റി അവന് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് അവൻ മണ്ടത്തിലൊന്നും കാണിക്കില്ല. നീയോ അവനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയപ്പോ അവനെ തല്ലി ഒതുക്കി പോലീസിൽ ഏൽപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞു. എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ, മരണത്തോട് പോലും ഭയമില്ലാത്തവൻ. നമ്മൾ പേടിച്ചേ പറ്റൂ. നമുക്ക് തൽക്കാലം ഈ നിശ്ചയം അങ്ങ് മാറ്റിവെച്ചാലോ?